വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. എന്റെ പേര് ലെനീന. അപ്പോ CCയിൽ ബിഗ് ഡേ ഓഫേഴ്സ് നടക്കുന്ന കാര്യം അറിയാലോ. അപ്പൊ ബിഗ് ഡേ ഓഫേഴ്സ് ഈ മാസം മാർച്ച് 31 വരെയാണ് ഓഫേഴ്സ് ലഭ്യമായിട്ടുള്ളത്. CCയിൽ ചേരുന്ന ഏതൊരു കോഴ്സുകൾക്കും, CCയിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കോഴ്സുകൾക്കും 30% മുതൽ 50% വരെ ഓഫർ ലഭ്യമായിട്ടുണ്ട്. അപ്പൊ ഈ ഓഫറിന് കാരണം അറിയാലോ, CC ഈ വർഷം 2026 തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 10 വർഷം തികയ്ക്കുകയാണ്. കോമ്പറ്റീറ്റീവ് ക്രാക്കർ 10 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പൊ 10ാം വർഷത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ഓഫർ ലഭ്യമാക്കിയിട്ടുള്ളത്. അപ്പൊ ബിഗ് ഡേ ഓഫർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഏതൊരു കോഴ്സ്, ഏതൊരു PSC കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിലും, അല്ലെങ്കിൽ CC+ ആയിക്കോട്ടെ, ഏതൊരു കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിലും ഇവിടെ 30 മുതൽ 50% വരെ ഓഫേഴ്സ് ലഭ്യമാണ്. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഈ മാസം മാർച്ച് 31 വരെയാണ് ഓഫർ പ്രൈസിൽ നമുക്ക് കോഴ്സസിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് PSC, കേരള PSC കമ്പനി ബോർഡ് LGS എക്സാം വരാൻ പോവാണല്ലോ. അപ്പൊ കമ്പനി ബോർഡ് LGSന് മുൻ വർഷം ചോദിച്ചിട്ടുള്ള സയൻസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യനും അത് റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഹൈഡ്രജൻ ഒരു അലോഹമാണ് അല്ലെ. ലോഹങ്ങൾ, അലോഹങ്ങൾ എന്നുള്ള ഭാഗം PSC പരീക്ഷയിൽ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പോർഷൻ ആണ്. അപ്പൊ സ്ഥിരമായിട്ട് അലോഹങ്ങളിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും വരാറുണ്ട്. അലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ ഇതുപോലുള്ള പ്രധാന അലോഹങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ നിന്നും സ്ഥിരമായിട്ടൊരു ക്വസ്റ്റ്യൻ PSC എക്സാംസിന് വരാറുണ്ട്. അപ്പൊ ഈ ഒരു പോർഷൻ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട പോർഷൻ ആണ്. ഹൈഡ്രജൻ ആണെങ്കിലും റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജന്റെ ഭാഗത്തുനിന്നും ഏകദേശം എല്ലാ എക്സാമിനും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ കണ്ടു കാണാറുണ്ട് ഹൈഡ്രജനെ കുറിച്ച്. അപ്പോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഹൈഡ്രജൻ ഒരു ലോഹമാണ്. ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ് ആണ് റേഡിയം. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. ഇത് കറക്റ്റ് ആൻസർ ആണ് അല്ലെ. ഓപ്ഷൻ ഒന്നാമത്തെ പോയിന്റ് കറക്റ്റ് ആണ്. ഇനി ഹൈഡ്രജൻ ഒരു ലോഹമാണ്, അത് ഇൻകറക്റ്റ് ആണ്. ഹൈഡ്രജൻ ഒരു അലോഹമാണ് വരേണ്ടത്. അലോഹമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ് ആണ് റേഡിയം, അതും ഇൻകറക്റ്റ് ആണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ല റേഡിയം. റേഡിയം മറ്റൊരു മൂലകമാണ്. ഇനി സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്, അതും കറക്റ്റ് ആണ് അല്ലെ. അപ്പൊ 1ഉം 4ഉം പോയിന്റ്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ശരിയായവ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ആൻസർ എന്ത് വരും? 1ഉം 4ഉം വരും. ശരിയായ ഓപ്ഷൻ C ആണ് അല്ലെ. ഓപ്ഷൻ C 1ഉം 4ഉമാണ് കറക്റ്റ് ആൻസേഴ്സ്. അപ്പൊ നമുക്ക് ഹൈഡ്രജനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു സ്റ്റഡി നടത്താം. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 1766 ഹെൻറി കാവൻഡിഷ് എന്ന സയന്റിസ്റ്റ്, ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത്. 1766 ഹെൻറി കാവൻഡിഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചതാണ് ഹൈഡ്രജൻ. ഇദ്ദേഹം ഇതിനെ കത്തുന്ന വായു എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ കത്തുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കത്തും, ഹൈഡ്രജൻ ബ്ലാസ്റ്റ് ചെയ്യും, പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്യും, കത്തുവാണ് ചെയ്യുക. അപ്പൊ കത്തുന്ന വാതകം അല്ലെങ്കിൽ കത്തുന്ന വായു എന്താണ്? ഹൈഡ്രജൻ ആണ് കത്തുന്ന വായു. ഇനി ജലം ഉണ്ടാകുന്നത് എന്ന അർത്ഥം വരുന്ന ഹൈഡ്രോജീനസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് ലഭിച്ചത്. ജലം ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന ഹൈഡ്രോജീനസ് എന്ന ഗ്രീക്ക് പദം. അപ്പൊ ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹൈഡ്രജൻ എന്ന പേര് വന്നിരിക്കുന്നത്. ഹെൻറി കാവൻഡിഷ് ആണ് ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് 1766. കത്തുന്ന വായു എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഹൈഡ്രജന്റെ ചില ഗുണങ്ങൾ നോക്കാം. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. നിറവും മണമും ഇല്ലാത്ത വാതകമാണെന്ത്? ഹൈഡ്രജൻ. ഇനി ജലത്തിൽ ലയിക്കുന്നില്ല, അത് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെക്കണം. ജലത്തിൽ ലയിക്കില്ല. ഒരു PSC എക്സാമിന് ഈ ജലത്തിൽ ലയിക്കുന്ന ഇങ്ങനെ ഗുണങ്ങളെ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടായിരുന്നു. ഇതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പൊ ജലത്തിൽ ലയിക്കുന്നില്ല എന്നാണ് വേണ്ടത്. ഹൈഡ്രജൻ വളരെ ചെറിയ രീതിയിൽ മാത്രമേ ജലത്തിൽ ലയിക്കുന്നു. അപ്പൊ നമ്മൾ ജലത്തിൽ ലയിക്കുന്നില്ല എന്നാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നില്ല. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല. വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. സാന്ദ്രത കുറവായതുകൊണ്ട് തന്നെ അത് ഹൈഡ്രജൻ ബലൂൺസ് ഒക്കെ കണ്ടിട്ടില്ലേ? ബലൂൺസിലൊക്കെ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് മേലേക്ക് പൊങ്ങിപ്പോവും. അപ്പൊ സാന്ദ്രത കുറഞ്ഞ വസ്തുക്കളാണല്ലേ മേലേക്ക് പോകുന്നത്. അപ്പൊ ഹൈഡ്രജന് വായുവിനേക്കാൾ സാന്ദ്രത കുറവാണ്. അത് ഒരു എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ബലൂൺസ്. ഹൈഡ്രജൻ ബലൂണിൽ വായു നിറച്ചാൽ അത് പൊങ്ങിപ്പോവാണ് ചെയ്യാം. ഓക്കെ, ഇനി ഹൈഡ്രജൻ ദ്വയാറ്റോമിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ എങ്ങനെയാ കാണുന്നത്?
ദ്വയാറ്റോമിക തന്മാത്രയായിട്ടാണ് കാണുന്നത്. ദ്വയാറ്റോമിക എന്ന് പറയുമ്പോൾ H2 മോളിക്യൂൾസ്, H2 ആണ് ഹൈഡ്രജന്റെ തന്മാത്ര ഫോർമുല. അപ്പൊ H2 എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ഹൈഡ്രജന്റെ ഒരു തന്മാത്രയായിട്ട് മാറുന്നു. അതാണ് ദ്വയാറ്റോമിക തന്മാത്ര. ഓക്കെ, ഇനി ഹൈഡ്രജൻ പോപ്പ് ശബ്ദത്തോടെ കത്തുന്ന ഒരു വാതകമാണ്. ഹൈഡ്രജൻ എങ്ങനെയാണ് കത്തുന്നത്? പോപ്പ് സൗണ്ടിലാണ് കത്തുക. അപ്പൊ ഹൈഡ്രജൻ വാതകത്തിലേക്ക് നമ്മൾ ഒരു തീപ്പെട്ടിക്കൊള്ളി കാണിച്ചാൽ അത് പോപ്പ് സൗണ്ട് ആയിട്ട് കത്തും. ഓക്കെ, കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി കാണിക്കുമ്പോൾ അത് പോപ്പ് സൗണ്ടിൽ ബേൺ ചെയ്യും, പോപ്പ് സൗണ്ടിൽ കത്തും. അപ്പൊ പോപ്പ് സൗണ്ട് ശബ്ദത്തോടെ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. ഇത്രയാണ് ഹൈഡ്രജന്റെ ഗുണങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഗുണങ്ങൾ ക്ലിയർ ആണല്ലോ. നിറമോ മണമോ ഇല്ല, ജലത്തിൽ ലയിക്കുന്നില്ല, സാന്ദ്രത കുറവാണ്, ദ്വയാറ്റോമിക തന്മാത്രയാണ്, പോപ്പ് ശബ്ദത്തോടെ കത്തുന്നു. ദ്വയാറ്റോമിക തന്മാത്ര എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ അറ്റോമികത എത്രയാണ്? അറ്റോമികത 2 ആണല്ലേ. ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണമാണ് അറ്റോമികത. അപ്പൊ ഹൈഡ്രജന്റെ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 2 ഹൈഡ്രജൻ ആറ്റങ്ങളാണ്. അതുകൊണ്ട് ഈ ഹൈഡ്രജന്റെ അറ്റോമികത എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഹൈഡ്രജൻ എങ്ങനെ പരീക്ഷണശാലയിൽ നിർമ്മിക്കുന്നു എന്ന് നോക്കാം. അപ്പൊ ഹൈഡ്രജൻ നിർമ്മിക്കുന്നത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട എക്സാമ്പിൾ ആണ്. പല PSC എക്സാംസിനും ചോദിച്ചിരിക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണിത്. ഇനി പരീക്ഷണശാലയിൽ ഹൈഡ്രജന്റെ നിർമ്മാണം. ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഇമേജ് കാണാൻ, ടെസ്റ്റ് ട്യൂബിലായിട്ട് HCl എടുത്തിട്ടുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡിന് പകരം നമുക്ക് വേറെ ഏത് ആസിഡ് വേണമെങ്കിലും എടുക്കാം. HNO3 ആവാം, നൈട്രിക് ആസിഡ് ആവാം, സൾഫ്യൂരിക് ആസിഡ് ആവാം, H2SO4 ആവാം. അപ്പൊ ഒരു ആസിഡ്, മിനറൽ ആസിഡ് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തതിന് ശേഷം അതിലേക്ക് ഏതെങ്കിലും ഒരു മെറ്റൽ ഇടുക. മെറ്റൽ ലോഹം അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ലോഹം എന്ന് പറയുമ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സിങ്ക് ആണ്, സിങ്ക്. അപ്പൊ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യും, വാതകം ഫോം ചെയ്യും. ആ വാതകമാണ് ഹൈഡ്രജൻ. അപ്പൊ ഇക്വേഷൻ നോക്കിയേ, Zn plus HCl gives ZnCl2 plus H2. അപ്പൊ സിങ്കും HClഉം ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ZnCl2 ഒരു ലവണമാണ് ഫോം ചെയ്തത്. സോൾട്ട് അല്ലെങ്കിൽ ലവണം എന്ന് പറയും. ലവണവും ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്തു അല്ലെ. ഹൈഡ്രജൻ ഗ്യാസ് ഇവിടെ ഫോം ചെയ്തു. അപ്പൊ ഈ ഫോം ചെയ്ത ഗ്യാസ് ഹൈഡ്രജൻ തന്നെയാണോ എന്ന് മനസ്സിലാക്കാൻ എന്ത് ചെയ്യണം? ഇതിന്റെ ഈ ഒരു ടെസ്റ്റ് ട്യൂബിൽ ഗ്യാസ് ഫോം ചെയ്യുമ്പോൾ കുമിളകളായി മേലേക്ക് ഉയരും അല്ലെ. അപ്പൊ ഈ വരുന്ന ഗ്യാസിലേക്ക് നമ്മൾ കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി കാണിച്ചു കൊടുക്കണം. കത്തുന്ന തീപ്പെട്ടിക്കൊള്ളി കാണിക്കുമ്പോൾ അത് പോപ്പ് സൗണ്ടോടെ കത്തുകയാണെങ്കിൽ അത് ഹൈഡ്രജൻ ആയിരിക്കും. പോപ്പ് ശബ്ദത്തോടെ കത്തുന്നുണ്ടെങ്കിൽ അത് ഹൈഡ്രജൻ വാതകമായിരിക്കും. ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഇപ്പൊ പരീക്ഷണശാലയിൽ ഹൈഡ്രജൻ നിർമ്മിക്കാനായിട്ട് ഒരു ലോഹവും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യിപ്പിച്ചാൽ മതി. ഒരു ലോഹവും ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഇനി അടുത്തതായിട്ട് ഹൈഡ്രജന്റെ ചില പ്രധാന രാസപ്രവർത്തനങ്ങളാണ്. ഇപ്പൊ ഫസ്റ്റ് വൺ, ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാകുന്നു. അപ്പൊ ഹൈഡ്രജൻ കത്തുന്ന വാതകമാണെന്ന് അറിയാം. അപ്പൊ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണല്ലോ എല്ലാം കത്തുന്നത്. അപ്പൊ ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ഉണ്ടാവുന്നത് എന്താണ്? ജലമാണ്. നോക്കിയേ, 2H2 plus O2 gives 2H2O plus താപം. അപ്പൊ ഇതൊരു താപം പുറത്തേക്ക് വിടുന്ന റിയാക്ഷൻ ആണ്. അപ്പൊ വെള്ളം ഉണ്ടാവുന്ന പ്രോസസ് അല്ലെ, വാട്ടർ ഉണ്ടാവുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഓക്സിജനിൽ കത്തുമ്പോൾ ജലം ഉണ്ടാവുന്ന പ്രോസസ് ആണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്തിട്ട് വെള്ളമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്തത്, സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവുന്നു. H2 plus Cl2 gives 2HCl. സൺലൈറ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടാവുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ്. അപ്പൊ ഈ 2 റിയാക്ഷൻ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാവുന്ന റിയാക്ഷൻ സൺലൈറ്റിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. ഹൈഡ്രജൻ ക്ലോറിനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇനി ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ വെള്ളം ഉണ്ടാവും. ക്ലോറിനുമായിട്ട് സൺലൈറ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡ് ഫോം ചെയ്യും. ഇനി അടുത്തതായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഐസോടോപ്പുകൾ എന്നുള്ള ടോപ്പിക് അല്ലെ. ഇത് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസിലും പഠിക്കുന്നുണ്ട്. അതേപോലെ ഹൈഡ്രജന്റെ ഐസോടോപ്പാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഐസോടോപ്പ് എന്ന് വെച്ചാൽ എന്താ? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അറ്റോമിക നമ്പർ സെയിം ആണെങ്കിൽ ഒരേ മൂലകമായിരിക്കും അല്ലെ. ഒരു മൂലകത്തിന് അറ്റോമിക് നമ്പർ എപ്പോഴും ഒന്നായിരിക്കും എന്ന് വെച്ചാൽ ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും ഒരേ മൂലകമാണെങ്കിൽ. ഹൈഡ്രജന്റെ 1 ഹീലിയം 2 അല്ലെ അറ്റോമിക് നമ്പർ. അപ്പോ ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ എപ്പോഴും ഒന്നായിരിക്കും, അതിന് മാറ്റം വരുന്നില്ല. അപ്പൊ അതുപോലെയാണ് അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പർ, ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ
വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. അപ്പോ അറ്റോമിക് നമ്പറിന് നമ്മൾ ഹൈഡ്രജൻ എഴുതിയാൽ അറ്റോമിക് നമ്പർ താഴെയായിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ, ലെഫ്റ്റ് സൈഡിൽ താഴെയാണ്. ഇനി മാസ് നമ്പർ ആണ് ലെഫ്റ്റ് സൈഡിൽ മേലെയായിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് H11 എന്ന് എഴുതിയാൽ ഹൈഡ്രജന്റെ ഒരു ഐസോടോപ്പ് ആണ്. എന്ന് വെച്ചാൽ ഹൈഡ്രജന്റെ മാസ് നമ്പർ 1 ആയിട്ടുള്ള ഹൈഡ്രജൻ ആണ് H11 പ്രോട്ടിയം എന്നറിയപ്പെടുന്നത്. ഇനി ഹൈഡ്രജന്റെ അറ്റോമിക് നമ്പർ 1 ആണ്, മാസ് നമ്പർ 2 വന്നാൽ, മാസ് 2 ഉള്ള ഐസോടോപ്പ് ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഡ്യൂട്ടീരിയം എന്ന് വിളിക്കും. ഡ്യൂട്ടീരിയം. അപ്പൊ H12 എന്നിങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇനി ട്രിഷ്യം എന്ന് പറയുന്നത് മാസ് നമ്പർ 3 ആയിട്ട് വരുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ട്രിഷ്യം. H13 എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. H13 ആണ് ട്രിഷ്യം. മാസ് നമ്പർ 3 ആയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ്. അപ്പൊ ഈ ഒരു ഐസോടോപ്പുകളിൽ വെച്ച് നോക്കിയാൽ അറിയാം ഒരേ അറ്റോമിക് നമ്പർ ആണ്, ഒരേ മൂലകമാണ്. അപ്പൊ ഐസോടോപ്പുകളിൽ എപ്പോഴും ഒരേ മൂലകമായിരിക്കും, വ്യത്യസ്ത മാസ് നമ്പർ ആണ്. മാസ് നമ്പർ ഇവിടെ വ്യത്യാസമാണ്. അപ്പൊ ഇതിൽ ഈ ഒരു 2026 PSC ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൈഡ്രജന്റെ ഐസോടോപ്പുകളിൽ ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന ഐസോടോപ്പ് ഏതെന്ന്. അപ്പൊ ഹൈഡ്രജന്റെ മാസ് 1, 2, 3 എന്നിങ്ങനെയായിട്ട് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ കാണാൻ പറ്റും. ഈ മാസുകളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ രീതിയിൽ കാണുന്ന മാസ് ഏതാണ്? ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന ഐസോടോപ്പ് ഏതാണ്? അത് ട്രിഷ്യം ആണ്. ട്രിഷ്യം. നോർമലി നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രോട്ടിയം ആണ് നോർമലി ഹൈഡ്രജൻ ആയിട്ട് നമ്മൾ എടുക്കുകയല്ലേ, കോമൺ ആയിട്ട് H11 അറ്റോമിക് മാസ് ഹൈഡ്രജന്റെ 1 ആയിട്ടാണ് എടുക്കുക. 95% കൂടുതൽ പ്രോട്ടിയം ആണ് കാണുന്നത്. ട്രിഷ്യം വളരെ കുറഞ്ഞ അളവിൽ കാണുന്ന ഐസോടോപ്പ്, ഏറ്റവും കുറഞ്ഞ അളവിൽ ട്രിഷ്യമാണ് കാണുക. മറ്റൊരു കാര്യം കൂടെ ഓർത്തു വെക്കുക, ട്രിഷ്യം എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പാണ് ട്രിഷ്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ കുറിച്ച് പറയുമ്പോൾ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം ഈ മൂന്നിന്റെയും പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. റേഡിയോ ആക്റ്റീവ് ആണ് ട്രിഷ്യം, ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന ട്രിഷ്യമാണ്. ഡ്യൂട്ടീരിയം ഘനജലം ഉണ്ടാവാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡ്യൂട്ടീരിയം, ഘനജലം. ഇപ്പോ സാധാരണ വാട്ടർ എന്ന് പറയുന്നത് H2O ആണ്. പക്ഷെ ഈ ഒരു ഡ്യൂട്ടീരിയം വെച്ചിട്ട്, ഡ്യൂട്ടീരിയത്തിന് നമുക്ക് D എന്ന് ഡിനോട്ട് ചെയ്യാം, D. അപ്പൊ ഈ ഡ്യൂട്ടീരിയം വെച്ചുണ്ടാവുന്ന വെള്ളം D2O എന്ന് നമുക്ക് എഴുതാം. ഹൈഡ്രജൻ തന്നെയാണ് D എന്ന് പറയുന്നത്, മാസ് നമ്പർ 2 ആയിട്ട് മാറുന്നേ ഉള്ളൂ. അപ്പൊ D2O ആണ് ഘനജലം. H2Oക്ക് പകരം D2O, ഡ്യൂട്ടീരിയം വെച്ചാണ് വാട്ടർ ഉണ്ടാവുന്നതെങ്കിൽ അതാണ് ഘനജലം. അപ്പൊ ഇത്രയാണ് ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഹൈഡ്രജന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഹൈഡ്രജന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ, അമോണിയ, മെഥനോൾ എന്നിവയുടെ വ്യാവസായിക ഉൽപാദനത്തിനായി ഉപയോഗിക്കുന്നു. അമോണിയയുടെ വ്യാവസായിക ഉൽപാദനം, അതേപോലെ മെഥനോൾ CH3OH ആണ്, അവയുടെ വ്യാവസായിക ഉൽപാദനത്തിന് ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നുണ്ട്. അമോണിയ ഉണ്ടാക്കുന്നത് ഹൈഡ്രജനും നൈട്രജനും കമ്പൈൻ ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് ഹേബർ പ്രക്രിയ എന്ന് പറയുന്നത്. അമോണിയ ഉണ്ടാവുന്ന പ്രോസസ്സാണ് ഹേബർ പ്രക്രിയ. അപ്പൊ അതിനൊക്കെ ഹൈഡ്രജൻ ആവശ്യമാണ്. ഇനി ഇന്ധനമായിട്ട് യൂസ് ചെയ്യാം. ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ട് ഇന്ധനമായിട്ട് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇനി വനസ്പതി പോലെയുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നു. വനസ്പതി പോലുള്ള പൂരിത എണ്ണകൾ നിർമ്മിക്കാൻ ഹൈഡ്രജൻ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ, ലോഹ ഓക്സൈഡിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഹൈഡ്രജൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നു. ലോഹ ഓക്സൈഡിൽ നിന്നും ലോഹത്തെ വേർതിരിക്കണം. ലോഹത്തെ വേർതിരിക്കുന്ന പ്രക്രിയ, അവിടെ നിരോക്സീകാരിയായിട്ട് ഹൈഡ്രജൻ യൂസ് ചെയ്യാറുണ്ട്. ഇത്രയാണ് ഹൈഡ്രജന്റെ ഉപയോഗങ്ങളായിട്ട് വരുന്നത്. ഇനി അടുത്തതായിട്ട് ഹൈഡ്രജൻ ഒരു ഇന്ധനമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയാണ് ഹൈഡ്രജൻ, എന്തുകൊണ്ടാണ് ഹൈഡ്രജൻ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നതാണ് നോക്കുന്നത്. നോക്കിയേ, ഒരു ഇന്ധനത്തിന്റെ യൂണിറ്റ് മാസ് പൂർണ്ണമായി ജ്വലിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന താപോർജ്ജമാണ് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. എന്താണ് കലോറിക മൂല്യം? ഒരു ഇന്ധനം, 1 കിലോഗ്രാം ഇന്ധനം എടുക്കുക. ആ 1 കിലോഗ്രാം ഇന്ധനം കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തെയാണ് എന്ത് പറയാ? ഒരു ഇന്ധനത്തിന്റെ കലോറിക മൂല്യം എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇങ്ങനെ വ്യത്യസ്ത ഹൈഡ്രജൻ, മീഥേൻ, പെട്രോൾ, കൽക്കരി, എഥനോൾ, മീഥൈൽ, ഇങ്ങനെ ഇത്രയും ഇന്ധനങ്ങളൊക്കെ ഓരോ കിലോഗ്രാം വീതം എടുത്തു. എല്ലാം ഓരോ കിലോഗ്രാം ഇന്ധനങ്ങൾ എടുത്തു. അതിനെയൊക്കെ കത്തിക്കുക. അത് കത്തിക്കുന്ന സമയത്ത് എത്ര താപോർജ്ജം പുറത്തു വിടുന്നുണ്ട്, ആ ഒരു അളവാണ് അതിന്റെ കലോറിക മൂല്യം. അപ്പോ 1 കിലോഗ്രാം കത്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താപോർജ്ജം പുറത്തു വിടുന്നതായിരിക്കില്ല, താപം പുറത്തു വിടുന്നതായിരിക്കും കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം എന്ന് പറയുന്നത്. അപ്പൊ കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമാണ് ഹൈഡ്രജൻ. നോക്കിയേ, ജ്വലനം മൂലമുണ്ടാകുന്ന ഊർജം Y ആക്സിസിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഏതിനാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ കണ്ടോ, ഇത്രയും ഹൈഡ്രജൻ താപോർജ്ജം ഇത്രയും പുറത്തു വിടുന്നുണ്ട്.
143 കിലോ ജൂൾ പെർ ഗ്രാം ആണ് പുറത്തുവിടുന്ന താപോർജ്ജം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഊർജം പുറത്തുവിടുന്നുണ്ട്. അതിനുശേഷം മീഥേൻ ആണ് വരിക. അതിലും കുറവ് പെട്രോൾ, അതിലും കുറവ് കൽക്കരി, അതിലും കുറവാണ് എത്തനോൾ, അതിലും കുറവ് മെത്തനോൾ, ദെൻ കാർബോഹൈഡ്രേറ്റുകൾ. ഏറ്റവും കുറവ് ഏതിനാണ് താപോർജ്ജം? കത്തുന്ന സമയത്ത് ഏറ്റവും കുറവ് താപോർജ്ജം പുറത്തുവിടുന്നതാണ് കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്. ഓക്കെ, അപ്പൊ കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഹൈഡ്രജൻ ആണ്. കലോറിക മൂല്യം ഏറ്റവും കുറഞ്ഞ ഇന്ധനം കാർബൺ മോണോക്സൈഡ് ആണ്. അപ്പൊ കലോറിക മൂല്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്നിട്ടും ഇത്രയും കലോറിക മൂല്യം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് നമ്മളിപ്പോ നിലവിൽ പെട്രോൾ ഒക്കെ ആണല്ലോ യൂസ് ചെയ്യാറ് ഇന്ധനമായിട്ട് വാഹനങ്ങളിലൊക്കെ, എന്തുകൊണ്ട് ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നില്ല? അത് നമ്മൾ അതിന്റെ പ്രോപ്പർട്ടീസിൽ പഠിച്ചായിരുന്നല്ലേ. ഹൈഡ്രജൻ കത്തുന്ന വാതകമാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഹൈഡ്രജൻ കത്തുന്ന വാതകമായതുകൊണ്ട് തന്നെ നമുക്കറിയാം ഹൈഡ്രജനെ യൂസ് ചെയ്താൽ അത് സ്ഫോടനം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഹൈഡ്രജൻ ഓക്സിജനായിട്ടൊക്കെ കൂടിച്ചേർന്ന് പെട്ടെന്ന് സ്ഫോടനാത്മകമായി കത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നിലവിൽ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഹൈഡ്രജൻ ആയിട്ട് മാറാത്തത്. അപ്പൊ കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനം ഏതാണ്? ഹൈഡ്രജൻ ആണെന്ന് അറിയാം. അടുത്തതായിട്ട് ഹൈഡ്രജൻ ഒരു ഇന്ധനമായി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാ? ഹൈഡ്രജൻ വായുവിൽ ജ്വലിക്കുന്നതിന്റെ ഫലമായി ജലം മാത്രമാണ് ഉണ്ടാകുന്നത്. അത് നമ്മൾ പഠിച്ചല്ലേ, ജലമാണ് ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. അതുകൊണ്ട് മലിനീകരണ സാധ്യത വളരെ കുറവാണ്. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. അപ്പൊ രണ്ട് ഗുണങ്ങളാണുള്ളത് ഹൈഡ്രജൻ ഇന്ധനമായിട്ട് യൂസ് ചെയ്യുമ്പോൾ. മെയിൻ ആയിട്ടുള്ള 2 ഗുണങ്ങളാണ് അല്ലെ. ഹൈഡ്രജൻ കത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് എന്താണ്? ജലമാണ്, വെള്ളമാണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഇനി അടുത്തതായിട്ട് ഇത്രയും മേന്മകൾ ഉണ്ടായിട്ടും ഹൈഡ്രജൻ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കുന്നില്ല. ചില പരിമിതികളാണ് ഇതിനു കാരണം. എന്തൊക്കെയാണ് പരിമിതികൾ? ഹൈഡ്രജൻ സ്ഫോടനത്തോടെ കത്തുന്ന വാതകമാണ്. അതാണ് ഒരു പരിമിതി അല്ലെ. സ്ഫോടനത്തോടെ കത്തും. ഇനി സംഭരിച്ചു വെക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും പ്രയാസമാണ്. ഇങ്ങനെ സ്ഫോടനാത്മകത ഉള്ളത് കൊണ്ട് തന്നെ സംഭരിച്ചു വെക്കാനും വിതരണം ചെയ്യാനും പ്രയാസമായിരിക്കും. അപ്പൊ ഇത്രയാണ് ഹൈഡ്രജനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട് ഈ ഐസോട്ടോപ്പുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ. അല്ലാതെ ബാക്കി എല്ലാ പോയിന്റ്സും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈഡ്രജനെ കുറിച്ച് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. PSC എക്സാംസിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. അപ്പോ ഫസ്റ്റ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ്, CCയിൽ ഇപ്പോ ബിഗ് ഡേ ഓഫേഴ്സ് നടക്കുകയാണ്. അപ്പൊ ഈ ഒരു മാർച്ച് 31 വരെയാണ് ഓഫർ പ്രൈസിൽ നമുക്ക് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഏതൊരു കോഴ്സ് ആണെങ്കിലും PSC കോഴ്സ്, RRB, SS ഏതൊരു കോഴ്സ് ആണെങ്കിലും ഇവിടെ ഹാഫ് പ്രൈസിന് അല്ലെങ്കിൽ 30% ഓഫിന് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ചില കോഴ്സുകൾ 30 മുതൽ 50% വരെ ഓഫറുകളിൽ ഇവിടെ കോഴ്സ് ലഭ്യമാണ്. അപ്പോ പെട്ടെന്ന് തന്നെ ഈ ഒരു മാർച്ച് 31 വരെയാണ് ഡേയ്സ് ഉള്ളത്. CCയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഇങ്ങനെ ഒരു ഓഫേഴ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനുള്ളവർ പെട്ടെന്ന് തന്നെ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ജോയിൻ ചെയ്യാം. 8589083568 ആണ് നമ്പർ. അപ്പൊ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും. നമ്പറിലേക്ക് വിളിച്ച് ഓഫർ പ്രൈസിന് കോഴ്സുകൾ ലഭ്യമാക്കാം. ഓക്കെ, അപ്പൊ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്